നമ്മളിപ്പോൾ ഇന്ന് വരെയുള്ള മുടിയാണ് നമ്മൾ പെർമനന്റ് ആക്കുന്നത്. ഇതിനകത്ത് പിന്നെ ഡൈയും ഹെന്നയും ഇട്ടത് കൊണ്ടിട്ടും ചെറിയ ചെറിയ വേരിയേഷൻസിൽ ഡെപ്പോസിറ്റ് ആവത്തുള്ളൂ. പക്ഷെ എങ്ങനെയാണോ ഡെപ്പോസിറ്റ് ആവുന്നത് അത് പെർമനന്റ് ആണ്. നിങ്ങൾ ഡൈ ഇട്ടെടുത്ത് ഹെന്ന ഇട്ടെടുത്ത് ഇപ്പോൾ പഴയ ബാക്ക് ടു ഗ്രേ ഹെയറിലോട്ട് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ പ്രീമിയം ഹെയർ കളർ ചെയ്യുമ്പോൾ ചെയ്ത ഭാഗം ഒരിക്കലും ബാക്ക് ടു നോർമൽ ഹെയറിലോട്ട് വരത്തില്ല. ഇനി ഇതിനകത്ത് അപ്പോൾ ഇപ്പോൾ ഈ 4 പോലെ കാണുന്ന ഭാഗം പോലെ അകത്തേക്കും ഉണ്ട്, ഇതിനടിയിലേക്കും ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇത് ഫുള്ള് നമ്മളിട്ട് നമ്മൾ പെർമനന്റ് ആക്കിയാലും ഇത് ഈ ചെയ്യുന്നതാണ് പെർമനന്റ് ആയിട്ടിരിക്കുക. അകത്തുനിന്ന് നാളെ തൊട്ട് പുറത്ത് വരുന്നത് അതിനടി ഗ്രേ ആയിട്ട് തന്നെ വരത്തുള്ളൂ. അത് പിന്നെ 1 മാസം 2 മാസം 5 മാസമൊക്കെ കൂടുമ്പോൾ നിങ്ങൾക്ക് ഹെയർ ഗ്രോത്തിനനുസരിച്ചിട്ട് ടച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളിപ്പോൾ ബ്ലോ ഡ്രൈ ചെയ്തു, ഫസ്റ്റ് തന്നെ ഷാമ്പു വാഷ് ചെയ്ത് ബ്ലോ ഡ്രൈ ചെയ്ത് സെറ്റാക്കി, പിന്നെ നമ്മളിത് ഹെയർ കളറൊക്കെ അപ്ലൈ ചെയ്തു, അതിന് പ്രോട്ടീനൊക്കെ കൊടുത്തു, പിന്നെ ബ്ലോ ഡ്രൈ ചെയ്ത് സെറ്റാക്കി മുടിയൊക്കെ അസാധ്യമായിട്ടുള്ള ടെക്സ്ചർ മാറും. പക്ഷെ ആ ടെക്സ്ചർ പെർമനന്റ് അല്ല, അത് വാഷ് ചെയ്യുമ്പോൾ നോർമൽ ഹെയറിലോട്ട് പോകും. പക്ഷെ ആ ഹെയർ കളർ അതുപോലെ വേണം. നമ്മൾ ഈ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ബ്ലോ ഡ്രൈ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് നമ്മൾ നനയ്ക്കുമ്പോൾ ഈ സ്ട്രൈറ്റനിങ് ഫീലൊക്കെ നനയ്ക്കുമ്പോൾ പോകും. പക്ഷെ നമ്മൾ ഈ ചെയ്ത ഹെയർ കളർ പെർമനന്റ് ആയിട്ട് ഇങ്ങനെ കിടക്കും. ഭയങ്കരമായിട്ട് ഹെന്നയല്ല പെയിന്റ് ആണ് അടിച്ചിട്ട് വന്നത്. എന്നിട്ട് നമ്മൾ പറഞ്ഞു ഇങ്ങനെ വരുമെന്ന്. പക്ഷെ നല്ല പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട്. എന്നാലും ചെറിയ ഷെയ്ഡ് ഉണ്ട്. അതുപോലെ വെർജിൻ ഹെയർ ആണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് നല്ല ഇതായിട്ട് കിട്ടും. ഇത് ഒരുപാട് ഹെന്നയും ഒരുപാട് ഡൈ ഒക്കെ ഇട്ടെടുത്ത് കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇനി ഇത് പെർമനന്റ് ആയിട്ട് കിടക്കും. ഇനി നമുക്ക് വളർന്നു വരുന്ന മുടി മാത്രമേ ഉള്ളൂ. എന്ത് തോന്നുന്നു? ഹാപ്പിയാണ്. ഇത് നമ്മൾ ചെയ്തത് ഇതുപോലെ ഇരിക്കും. താങ്ക് യു സോ